गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. 2025 നവംബർ 2 മുതൽ 8 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, തുലാം 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് രവിയും ശുക്രനും അഷ്ടമത്തിൽ കുജനും ബുധനും പേസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനവും സഞ്ചാരക്ലേശവും ഉണ്ടാകും. ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം, അനുഭവഗുണം, ധനനഷ്ടം എന്നിവ ഉണ്ടായേക്കാം. വ്രണാദി രോഗങ്ങൾക്കും മാനനഷ്ടത്തിനും യോഗം കാണുന്നു. സന്താനഗുണം ഉണ്ടാകും. ബന്ധുഗുണം കുറയും. സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. ഭാര്യാപുത്രാദികൾക്ക് അരിഷ്ടതയ്ക്ക് യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്ത് രവിയും ശുക്രനും കളത്രസ്ഥാനത്ത് കുജനും ബുധനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യസിദ്ധിയും സൽകീർത്തിയും ഉണ്ടാകും. ആരോഗ്യനില തൃപ്തികരമായിരിക്കേയില്ല. ഇഷ്ടജനങ്ങളെ പിരിച്ചിരിക്കേണ്ടതായി വന്നേക്കാം. സ്വജനങ്ങളുമായി കലഹവും മനോദുഃഖവും ഉണ്ടാകാം. ദാമ്പത്യ കലഹത്തിനും ഉദരരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, മാനക്ഷയം എന്നിവ ഉണ്ടായേക്കാം. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് രവിയും ശുക്രനും ശത്രുസ്ഥാനത്ത് കുജനും ബുധനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. സന്താനഗുണം കുറയും. മൃഷ്ടാന്നലാഭം, തൊഴിൽ പുരോഗതി, സന്തോഷം എന്നിവ ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. സർവ്വകാര്യങ്ങളും അനുകൂലമാകും. ഉന്നത സ്ഥാനപ്രാപ്തിയും ശത്രുക്കളുമായി രമ്യതയും ഉണ്ടാകും. ധനലാഭവും കുടുംബസുഖവും പ്രതീക്ഷിക്കാം. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ദുഷ്പ്രവൃത്തികളിലും താൽപ്പര്യവും അലച്ചിലും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സുഖസ്ഥാനത്ത് രവിയും ശുക്രനും പുത്രസ്ഥാനത്ത് കുജനും ബുധനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികളിൽ തടസ്സം നേരിടും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സ്വദേശം വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കാം. സന്താനങ്ങൾക്ക് വേണ്ടി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അനാരോഗ്യം എന്നിവ ഉണ്ടായേക്കാം. കളത്രസുഖം കുറയും. പൂർവിക സ്വത്ത് രേഖാപരമായി സ്വന്തമാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് രവിയും ശുക്രനും സുഖസ്ഥാനത്ത് കുജനും ബുധനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ആയുധം കൊണ്ട് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ബന്ധനം, തൊഴിൽ പുരോഗതി, സന്തോഷം എന്നിവ ഉണ്ടായേക്കാം. ധർമ്മദൈവപ്രീതി ഉണ്ടാകും. ധനലാഭവും യാത്രാഗുണവും ഉണ്ടാകും. ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടാനിടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖത്തിന് സാധ്യത. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും സഹായങ്ങൾ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്.
ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് രവിയും ശുക്രനും സഹോദരസ്ഥാനത്ത് കുജനും ബുധനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ദൈവാധീനവും ഉണ്ടാകും. വരവും ചെലവും ഒരുപോലെ വർദ്ധിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. നയനരോഗങ്ങൾക്ക് സാധ്യത. സഹോദര ഗുണം വർദ്ധിക്കും. ഔദ്യോഗികമായ കത്തിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യ കലഹത്തിനും തദ്വാര ബന്ധുക്കളുമായി ശത്രുതയ്ക്കും സാധ്യത കാണുന്നു. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ലഗ്നത്തിൽ രവിയും ശുക്രനും ധനസ്ഥാനത്ത് കുജനും ബുധനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ആശ്വാസമുണ്ടാകും. ധനപരമായി അനുകൂലമായിരിക്കും. ദേഹപീഡ ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കള്ളന്മാരിൽ നിന്ന് ഉപദ്രവത്തിന് സാധ്യത. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം. സന്താന ഗുണം കുറയും. ശത്രുനാശം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് രവിയും ശുക്രനും ലഗ്നത്തിൽ കുജനും ബുധനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യം ഉണ്ടാകും. സന്താന ഗുണം കുറയും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യവും സാമർഥ്യവും വർദ്ധിക്കും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. മനോവിഷമം ഉണ്ടാകും. ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് രവിയും ശുക്രനും വ്യയസ്ഥാനത്ത് കുജനും ബുധനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ശത്രുഭയം വർദ്ധിക്കും. വിദ്യാർത്ഥികൾ അലസത ഉപേക്ഷിക്കണം. യാത്രാക്ലേശവും അരിഷ്ടതയും ഉണ്ടാകാനിടയുണ്ട്. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. മനസ്സുഖം കുറയും. കലഹപ്രവണത ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് രവിയും ശുക്രനും ലാഭസ്ഥാനത്ത് കുജനും ബുധനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കീഴുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. നാൽക്കാലി ലാഭം ഉണ്ടാകും. കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാം. കലഹങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ സൗഖ്യം കുറയും. ഭാര്യയ്ക്ക് വേണ്ടി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. വിദ്യാലാഭവും അഭിവൃദ്ധിയും ഉണ്ടാകും. ആരോഗ്യനില മെച്ചപ്പെടും. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് അവിചാരിതമായ തടസ്സങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ദേവി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് രവിയും ശുക്രനും കർമ്മസ്ഥാനത്ത് കുജനും ബുധനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി മുഖേന സൗഭാഗ്യങ്ങൾക്ക് സാധ്യത. മനോവിഷമം വർദ്ധിക്കും. ധനനഷ്ടം, കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. ധനാഗമ മാർഗങ്ങൾ തടസ്സപ്പെടും. അനുഭവഗുണം വർദ്ധിക്കും. വാക്ക് പിഴയ്ക്കുകയും തന്മൂലം നഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ രവിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് കുജനും ബുധനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കളത്രസൗഖ്യം ഉണ്ടാകും. വിവാഹാർത്ഥികൾക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാൻ ഇടയുണ്ട്.
ഭാഗ്യതടസ്സം അനുഭവപ്പെടും. ധനപരമായ ബുദ്ധിമുട്ടുകൾ അധികരിക്കും. മൃഷ്ടാന്നലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, ദുഃഖം എന്നിവ ഉണ്ടായേക്കാം. സ്ത്രീകൾ നിമിത്തം വിഷമങ്ങൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.